ചോദിക്കുന്നത് ആകെ നമുക്ക് നമ്മളോട് ചോദിച്ചുകൂടെ ഈ നാട്ടിൽ സംഘപരിവാരം നടത്തുന്ന തോർവാഴ്ചക്കെതിരെ ഈ നാട്ടിൽ ഇന്ത്യയിൽ ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മളെന്തുകൊണ്ട് മൗനം രക്ഷിക്കുന്നു എന്ന് നമുക്ക് ചോദിച്ചുകൂടെ? ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ? ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രശ്നമാണോ? ഇത് ഇന്ത്യയുടെ പ്രശ്നമല്ലേ? ഇത് നമ്മളുടെ രാജ്യത്തിന്റെ പ്രശ്നമല്ലേ? ഏത് രാജ്യം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സൗഹൃദത്തിൽ ഏർപ്പെട്ടിട്ടുകൊണ്ട് സ്നേഹിച്ച് സൗഹൃദത്തിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ നല്ല മനുഷ്യരുടെ ഒരു സംഗമം പോലും എന്നല്ലേ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളെ വിശേഷിപ്പിച്ചത്? ആ രാജ്യത്തിന് മതം പറഞ്ഞുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് വർഗം പറഞ്ഞുകൊണ്ട് വർണ്ണം പറഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടം നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തോ അതിന്റെ മുന്നിൽ മൗനം ഭജിക്കുന്നത് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചുകൂടെ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയോട് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ? ഫലസ്തീനിന്റെ ജനതകളുടെ കണ്ണീരപ്പാൽ അർജീവനായി നടക്കുന്ന നമ്മൾക്ക് ഇന്ത്യയുടെ പുറകോട്ട് ഇന്ത്യയുടെ ഗ്രാമനഗരങ്ങള് ഇന്ത്യയുടെ ഫാസിസത്തിന്റെ മുമ്പിൽ സംഘപരിവാര ഭീകരത്വത്തിന് കണ്ണീരൊപ്പുന്ന മനുഷ്യരുടെ കണ്ണീരപ്പാൽ ഒരു കർച്ചീവെങ്കിലും മലയാളിയിൽ നിന്ന് മേടിക്കാൻ നമുക്ക് സമരം കണ്ടുകൂടെ? പ്രിയപ്പെട്ടവരെ, നമുക്കെന്തിനാണ് മനുഷ്യത്വം പറയാൻ സംഘടനകളുടെ അഭിനന്ദനങ്ങൾ? നീതി പറയാൻ നമുക്കെന്തിനാണ് സംഘടനകളുടെ പ്രതികൾ പറഞ്ഞത്? സത്യം വിളിച്ചു പറയാൻ നമുക്കെന്തിനാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ ബദലുകൾ? സത്യം വിളിച്ചു പറയാൻ, നീതി വിളിച്ചു പറയാൻ, ധർമ്മം വിളിച്ചു പറയാൻ, അർജുനവൃക്ഷത്തെ ഉയർത്തിപ്പിടിക്കാൻ, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ, മനുഷ്യന്റെ നന്മകളെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളെ പിടിക്കുന്ന കുടിങ്ങൾക്ക് തടസ്സമാണെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യരെ, ആ കുടിയെ നിശ്ചയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. സത്യവും നീതിയും ധർമ്മവും വിളിച്ചു പറയാൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന നിങ്ങൾക്കൊരു തടസ്സമാണെങ്കിൽ ആ സംഘടനയിൽ നിന്ന് രാജിയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വം മരവിച്ചിട്ടില്ല. മനുഷ്യത്വം മരവിച്ച സംഘടനകള്, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കരുത് എന്ന് പറയുന്ന പാർട്ടികളുടെ കൊടികള് നമുക്കെന്തിനാണെന്ന് ചോദിക്കാൻ മനുഷ്യത്വമുള്ള മനുഷ്യരെ നമുക്കെന്തുകൊണ്ടാകുന്നില്ല എന്ന് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഭവത്തിന്റെ അതിഭീഷ്ടമായ ഈ റിവൈസുകളുടെ ഈ വേദിയിൽ എന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അപ്പുറത്തുള്ളതിനെ കുറിച്ച് ഉൾക്കൊള്ളുമ്പോ, അപ്പുറത്തുള്ളവന്റെ പുറകുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ നമുക്കെന്തേ നമ്മളുടെ പുറകുകളെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ലാത്തത്? നമുക്കെന്തുകൊണ്ട് ഈ അധർമ്മത്തെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൂടാ? നമുക്കെന്തുകൊണ്ട് ഈ നീതിയെക്കുറിച്ച് സംസാരിച്ചുകൂടാ? നിങ്ങൾക്കറിയോ, ആസിഫ ബാനു എന്ന് പറയുന്ന ഒരു ചോരക്കുഞ്ഞി 6 വയസ്സുകാരിയുടെ കഥയറിയുമോ? നിങ്ങൾ 6 വയസ്സുകാരിയുടെ കഥയറിയുമോ? ഇതുപോലുള്ള സുന്ദരിയായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി. നിങ്ങൾക്ക് ബോധ്യമുള്ള കഥയാണെങ്കിലും ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ ഓർക്കപ്പെടേണ്ടതുണ്ട് കേട്ടോ. അതിനിഷ്ഠൂരമായിട്ട് മാനദണ്ഡപ്പെടുത്തി റോസാഭൂവിന്റെ